കിങ് എന്ന് പറഞ്ഞാൽ കിങ്ങിന് ഒരു സ്റ്റെപ്പ് അറ്റ് എ ടൈമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ കിങ്ങിനെ കൊല്ലാൻ പറ്റൂല എന്ന് മാത്രല്ല, കിങ്ങിനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഗെയിം തീരുള്ളൂ. ചെക്ക്മേറ്റ് ആയതാ മാത്രമേ ഗെയിം തീരുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഈ പോൺസ് ഇവര് എതിരാളിന്റെ ഏറ്റവും ലാസ്റ്റ് റോൾ എത്തിയാല് പോൺ പ്രൊമോഷൻ കിട്ടിയോ. അതെ, ഇപ്പൊ പോണിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി വെറും ഒരു ബഡനായ പോണിനെ നമ്മൾക്ക് മുന്നിൽ പോയി ഏറ്റവും അവസാനത്തിൽ എത്തിച്ചാല് പോണിനെ നമുക്ക് ക്വീനായി ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാം. പക്ഷെ കിങ്ങിനെ കൊല്ലാൻ പറ്റില്ല. കിങ്ങിനെ കൊന്നാൽ കിങ്ങിനെ ട്രാപ്പ് ചെയ്താൽ ഗെയിം അവിടെ അവസാനിക്കും. വേറൊരു കോമഡി ഉണ്ട്. ഇവര് ഈ ഒരു കൺസെപ്റ്റിന് ഒരു ഫെമിനിസം എന്നുള്ള രീതിയില് കുറെ ചെസ് ബോർഡ് ഇറങ്ങിയിരുന്നു. അതായത് കിങ്ങിന് പകരം ക്വീനിന് പകരം കമാൻഡറും. കിങ് വേണ്ട, അങ്ങോട്ട് അതായത് ഒരു ലാൻഡ് ഓൺ ബൈ എ ക്വീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്നിട്ട് കമാൻഡർ ഇങ്ങനെ എല്ലായിടത്തും പോയി ക്വീന്റെ അതേ ഗെയിംസ് തലവൻ അങ്ങോട്ട് ക്വീൻ ഇങ്ങനെ ഓരോരു സമാധാനത്തിന് ഇതിന് ഞാനൊരു മിസോജിനിസ്റ്റ് ടേക്ക് ഞാൻ കേട്ടിക്കണേ. അതായത് ക്വീന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാളെടുത്തേക്കും ചാടാം, പക്ഷെ കിങ്ങിന് അങ്ങനെ പറ്റൂല, കിങ് ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മിസോജിനിസ്റ്റ് ആംഗിളിലും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കോട്ട് ഉണ്ടല്ലോ, അതായത് ഗെയിം എൻഡ്സ് വെൻ ദ കിങ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞാൽ നോട്ട് വെൻ ദ കിങ് ദ ക്വീൻ ഗോസ് എന്നോ ക്വീൻ ഡൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ചീറ്റ് ചെയ്യുമ്പോ ഞാന് ഈ അടുത്ത് നമ്മള് മറ്റേ ഫിലിമിന്റെ പ്ലോട്ടുകൾ ഇങ്ങനെ സംസാരിച്ചില്ലേ എപ്പിസോഡില്. ഇങ്ങനെ നമ്മള് ഇന്റെ ഒരു ഫിലിം സ്റ്റോറി പ്ലോട്ട്, ഒരു ക്ലാസിക് ലവ് സ്റ്റോറി എന്നൊക്കെയുള്ള രീതിയില് അതില് നമ്മളെ ഈ അടുത്ത് നമ്മളെ പോഡ്കാസ്റ്റ് ഡിസ്കവർ ചെയ്ത് നമ്മളെ ലിസണർ സുസാന ഇക്ബാൽ ഭയങ്കര കൺസ്ട്രക്റ്റീവ് കമന്റ്സ് കൊണ്ടൊക്കെ നമ്മുടെ കമന്റ്സ് അപ്പം അവര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞേ, ഞാന് നിന്റെ ഈ എപ്പിസോഡ് ഇങ്ങനെ കണ്ട്, അപ്പൊ ദർ യൂസ് ടു ബി എ ഷോ ദാറ്റ് ഐ യൂസ് ടു വാച്ച്, അത് ഈ ഒന്ന് കണ്ടോക്ക്, അത് നിനക്ക് നിന്റെ ഒരു ഗോൾസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് അത് ഇഷ്ടപ്പെടുന്ന പറഞ്ഞു. അപ്പൊ അത് ഒരു വോംഫു പ്രൊഡക്ഷൻസ് പറഞ്ഞ പണ്ടത്തെ ഇപ്പം ഇന്ത്യയിൽ ഫിൽട്ടർ കോപ്പി ഒക്കെ ഉള്ള പോലെ US ഒരു ഏഷ്യൻ ബേസ്ഡ് ആൾക്കാരെ പണ്ടത്തെ ചാനലാണ്. അപ്പൊ അതില് പണ്ട് വന്ന ഒരു ഷോർട്ട് മൂവിയാണ്. ഷോർട്ട് മൂവി പറഞ്ഞ ഒരു 6 പാർട്ടുള്ള ഒരു 18 മിനിറ്റിന്റെ ഒരു വെൽ മെയ്ഡ് ഷോർട്ട് മൂവി. അന്നത്തെ രീതിയിൽ ഒരു ബെസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട്